ഹലോ. അപ്പോൾ നമുക്ക് 15th ചാപ്റ്ററിലേക്ക് പോയാലോ? 15th ചാപ്റ്ററിൻ്റെ പേരാണ് ഹോളി. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ ഇനി അങ്ങോട്ട് 1-2 ചാപ്റ്റേഴ്സ് ത്യോഹാർ അല്ലെങ്കിൽ ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഒക്കെ ബേസിലായിരിക്കും ഉണ്ടാവുക. ഹോളി എന്ന് പറഞ്ഞാൽ സെലിബ്രേഷൻ ഓഫ് കളേഴ്സ്. നിങ്ങൾ ഹോളിയെ പറ്റി കേട്ടിട്ടുണ്ടോ? സാധാരണയായിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് ഹോളി കൂടുതലായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറ്. എന്നാൽ ഇപ്പോൾ കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ ഹോളി സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഹോളി ആവുന്ന സമയത്ത് വീട്ടിലുള്ള കുട്ടികളും മുതിർന്നവരും എല്ലാവരും നിറയെ കയ്യിൽ കളറുകളും പാത്രത്തിൽ കളർ കലക്കിയ വെള്ളങ്ങളും അതുപോലെ വാട്ടർ ഗണ്ണും ഒക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെയും മേലെ കളറ് വിതറിയാണ് ഇത് ആഘോഷിക്കുക. ഇത് കേൾക്കുന്ന ആരെങ്കിലും ഇതിനു മുമ്പ് ഹോളി കളിച്ചിട്ടുണ്ടോ? നല്ല രസമാണല്ലേ? കുറേ കളറുകളൊക്കെ എടുത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത നെയ്ബേഴ്സിൻ്റെയും എല്ലാം മുഖത്തും ഉടുപ്പിലും ഒക്കെ പുരട്ടി ആഘോഷിച്ച് ഡാൻസൊക്കെ ചെയ്ത് പാട്ടൊക്കെ പാടി നല്ല സ്വീറ്റായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ആഘോഷിക്കും അല്ലേ? ഇതൊരു കവിതയാണ്. എന്താ ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. रंग रंगीले होली आई, सबके मन को होली भाई, खेले कूदे खुशी मनाए, ढोल बजाकर होली गाए. निकल पड़ी मित्रों की ढोली, सबने मिलकर खेली होली, आओ लाल गुलाल लगाए, पिचकारी से रंग उड़ाए. पुए और पकवान बनाए, जो घर आए उसे खिलाए, सबको अपने गले लगाए, होली का संदेश सुनाए. ഈ ചിത്രത്തിൽ കണ്ടില്ലേ, എല്ലാവരും ആഘോഷത്തിൻ്റെ മൂഡിലാണല്ലേ? ആരും സ്കൂളിലൊന്നും പോയിട്ട് ഇരിക്കുകയല്ല. എല്ലാവരും ഡാൻസ് ചെയ്ത് പാട്ടൊക്കെ പാടി കളറൊക്കെ പൂശി ആർത്തുല്ലസിച്ച് കളിക്കുകയാണ്. രംഗ് രംഗീലെ ഹോലിയായി, കളർഫുൾ ആയിട്ടുള്ള ഹോളി വന്നു. സബ്കെ മൻകോ ഹോലി ഭായി, എല്ലാവരുടെയും മനസ്സിൽ ഹോളി കളിക്കാനുള്ള സന്തോഷമാണ്. ഖേലേ കൂതേ ഖുഷി മനായേ, കളിച്ച് രസിച്ച് ഹോളി ആഘോഷിക്കാം. ഢോൽ ബജാക്കർ ഹോലി ഗായേ, ഢോൽ എന്ന് പറഞ്ഞാൽ കണ്ടോ, അപ്പം നല്ല ചെണ്ടയൊക്കെ കൊട്ടി പാട്ട് പാടാം, ഹോളിയുടെ പാട്ട് പാടാം. നിക്കൽപ്പടി മിത്രോം കി ഢോലി, എല്ലാ വീടുകളിലുള്ള കുട്ടികളെല്ലാവരും അവരവരുടെ കളറുകളും അവരവരുടെ വാട്ടർ ഗണ്ണും പിച്കാരിയും എല്ലാം എടുത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണല്ലേ? സബ്നെ മിലാക്കർ ഖേലി ഹോലി, എല്ലാവരും കൂടി ചേർന്ന് ഹോളി കളിക്കുകയാണ്. ആഓ ലാൽ ഗുലാൽ ലഗായേ, ഗുലാൽ എന്ന് പറഞ്ഞാൽ ഹോളിയുടെ സമയത്ത് ഉപയോഗിക്കുന്ന ഒരു പൊടിയാണ്. ആ പൊടി ഗുലാൽ എന്ന പൊടിയാണ്, പല നിറത്തിൽ കിട്ടും. ആ ഒരു പൊടിയാണ് എല്ലാവരുടെയും മേല് വിതറുന്നത്. പിച്കാരി സേ രംഗ് ഉഡായേ, ഇതാണ് പിച്കാരി. കണ്ടോ, ഇതുപയോഗിച്ചിട്ട് എല്ലാവരുടെയും മേല് വെള്ളവും കളറും ഒക്കെ തെറിപ്പിക്കൂ. പുയേ ഓർ പക്വാൻ ബനായേ, നല്ല മധുരമുള്ള ഡിലീഷ്യസ് ആയിട്ടുള്ള സ്വീറ്റ്സ് ഉണ്ടാക്കൂ. പുയ എന്ന് പറഞ്ഞാൽ ഹോലിക്ക് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അത് അമ്മയുടെ കയ്യിൽ കണ്ടോ, ഒരു മധുരമുള്ള പലഹാരത്തിൻ്റെ പേരാണ് പുയേ. ജോ ഘർ ആയേ ഉസേ ഖിലായേ, ആരൊക്കെയാണോ വീട്ടിൽ വരുന്നത് അവർക്കൊക്കെ കൊടുക്കൂ. സബ്കോ അപ്നെ ഗലേ ലഗായേ, എല്ലാവരെയും സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് ഫ്രണ്ട്ഷിപ്പ് ആഘോഷിക്കൂ. ഹോലി കാ സന്ദേശ് സുനായേ, ഹോളിയുടെ സന്ദേശം എല്ലാവരിലും എത്തിക്കൂ. അപ്പോൾ ഹോളി എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലുള്ള കുട്ടികളും വലിയവരും ഒക്കെ ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ്. നമുക്ക് എക്സസൈസിലേക്ക് പോവാം. ബാത്ചീത് കേ ലിയേ, ആപ് ഹോലി പർ ക്യാ ക്യാ കർത്തേ ഹേ, നിങ്ങൾ ഇതുവരെ ഹോളി കളിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഹോളിയുടെ സമയത്ത് നിങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് ഡിസ്കസ് ചെയ്യൂ. ആപ് കോൻ കോൻ സേ ത്യോഹാർ മനാത്തേ ഹേ,
അപ്പോൾ ഇനി നിങ്ങൾ ഹോളി ആഘോഷിച്ചിട്ടില്ലെങ്കിലും വേറെ എന്തൊക്കെ ഉത്സവങ്ങൾ, വേറെ എന്തൊക്കെ ആഘോഷങ്ങളാണ് നിങ്ങൾ ആഘോഷിക്കാറുള്ളത്? ഓണം, വിഷു, ഈസ്റ്റർ, ഈദ്, അങ്ങനെ പല ആഘോഷങ്ങളും നിങ്ങൾ ചെയ്യാറുണ്ടായിരിക്കും അല്ലേ? വേ ത്യോഹാർ ആപ് കേസെ മനാത്തെ ഹേ? അപ്പോൾ ഈ പറഞ്ഞ ആഘോഷങ്ങളൊക്കെ നിങ്ങൾ ഓരോരുത്തരും എങ്ങനെ ആഘോഷിക്കാറ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യൂ. छोटे समूह में अपने मित्रों के साथ मिलकर इन प्रश्नों के उत्तर लिखिए. कविता में किस त्योहार की बात की गई है? കവിതയിൽ ഏത് ആഘോഷത്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? ഏത് ആഘോഷത്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? ഹോളി. അപ്പോൾ ഇതൊരു ഹോളി എന്ന് മാത്രം എഴുതിയാൽ മതി, കൂടുതലായിട്ട് എഴുതണ്ട. ഇനി നിങ്ങൾക്ക് അത് സെൻറ്റൻസ് ആയിട്ട് കൃത്യമായിട്ട് എഴുതണമെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്? കിസ് ത്യോഹാർ, ഏത് ആഘോഷം ആണ് അല്ലേ? അപ്പോൾ കവിതാമേ ഹോളി കി ബാത് കി ഗയി ഹേ, അങ്ങനെ എഴുതാം. കവിതാമേ ഖാനെ കി കോൺസി വസ്തുവോं के नाम है? ഈ കവിതയിൽ കഴിക്കുന്ന എന്ത് സാധനത്തിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്? പൂവേ ഓർ പക്വാൻ. ഇനി ഇത് സെൻറ്റൻസിൽ എഴുതണമെങ്കിൽ കവിതാമേ പൂവേ ഓർ പക്വാൻ के नाम है. കവിതാ മേ സെ ശബ്ദ് ഖോജ് കർ ലിഖിയേ. അപ്പോൾ ഇവിടെ ഒരു കാറ്റർപില്ലറിൻ്റെ ബോഡിയിൽ കുറച്ച് വേർഡ്സ് ഉണ്ട്, അതിൻ്റെ കൂടെയോ കുറച്ച് മിസ്സിങ് വേർഡ്സും ഉണ്ട്. അപ്പം നിങ്ങൾ ഈ കവിതയിൽ നോക്കിയിട്ട് ഇതിൻ്റെ തുക്വാലെ ശബ്ദ് എന്ന് പറഞ്ഞാൽ റൈമിങ് വേർഡ്സ്. എങ്ങനെയാണ് റൈമിങ് വേർഡ്സ് കണ്ടുപിടിക്കുക? ഭായി. അപ്പോൾ ഭായി എന്നാണെങ്കിൽ സിമിലർലി നമ്മൾ കേൾക്കുന്ന സമയത്ത് അതേപോലെ തോന്നുന്ന വേർഡാണ് റൈമിങ് വേർഡ്സ്. അപ്പോൾ കവിതയിൽ ഭായി എൻ്റെ റൈമിങ് വേർഡ്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നമുക്ക് നോക്കാം. അതുപോലെ ഹോളി, മനായേ, അപ്പോൾ ഈ വാക്കുകളുടെയും സിമിലർ ആയിട്ടുള്ള വേർഡുകൾ കവിതയിൽ നോക്കി കണ്ടുപിടിച്ച് ഇവിടെ എഴുതാം. ഭായി, ആയി. അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ തോന്നില്ലേ? അതേപോലെ ഹോലി, ढोली, मनाए, लगाए. शब्दों का खेल. दिए गए शब्दों को पढ़िए, पहली ध्वनि पहचानिए, अलग ध्वनि से शुरू होने वाले शब्द पर गोला बनाइए. ഇവിടെ തന്നിരിക്കുന്ന വേർഡ്സിൽ എല്ലാം വായിച്ചു നോക്കുക. എന്നിട്ട് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ, ഫസ്റ്റ് ധ്വനി, പെഹലെ ധ്വനി മനസ്സിലാക്കിയിട്ട് ഓഡ് വൺ ഔട്ട്, അതായത് ഏതിൻ്റെയെങ്കിലും ഫസ്റ്റ് ലെറ്റർ സിമിലർ അല്ലാണ്ടുണ്ടെങ്കിൽ അതിന് സർക്കിൾ ചെയ്യാം. തീഖ, തീഖയുടെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ത. മീഠ, മീഠയുടെ ഫസ്റ്റ് ലെറ്റർ ത ആണോ? അല്ല, മാ. തേസ്, തേസിൻ്റെ ത. തോത്ത, തോത്തയുടെ ഫസ്റ്റ് ലെറ്റർ ത. അപ്പോൾ ഇവിടെ ആരാണ് ഓഡ് വൺ ഔട്ട്? മീഠ. അതേപോലെ രണ്ടാമത്തെ ലൈനിൽ ഭേൽ, ഭ. ബൂക്ക്, ഭ. ഭൈസ്, ഭ. ഘീ, ഘീക്ക് മാത്രം ഫസ്റ്റ് ലെറ്റർ ധ അല്ല, ഭ അല്ല അല്ലേ? ഇനി ഘോങ്ഘ, ഘണ്ട, ഘണ്ടി, ഭോല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഘ ആണ് ഫസ്റ്റ് ലെറ്റർ, ഇതിൻ്റെ മാത്രം ഭോല. ചാത്ത, ഛെ, ബാഗ്, ചൂന. അപ്പോൾ ബാക്കി എല്ലാ വേർഡിൻ്റെയും ഛ ആണ് ഫസ്റ്റ് ലെറ്റർ, ഇതിൻ്റെ മാത്രം ബാഗ്. नीचे दिए गए शब्दों को लिखिए. അപ്പോൾ ഇവിടെ കുറേ വേർഡ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ അടിയിലൊക്കെ ഓരോ ലൈൻസും തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഏക്, ഇത് വായിക്കുക, എന്നിട്ട് ഈ ഒരു ഗ്യാപ്പിൽ അതുപോലെ എഴുതി വെക്കുക.
ഏക്. നല്ല ഭംഗിയായിട്ട് എഴുതണം കേട്ടോ. ഇനി ഏട്ടി, ഏക്ത, കേല, ऐसा, ऐसे, ഐനക്, थैല. അപ്പോൾ ഇതൊക്കെ ഇവിടെ എഴുതി വെക്കണം. नीचे दिए चित्रों का नाम बताइए. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളുടെ പേര് പറയുക. ഇവിടെ സ്പേസ് ഒന്നും തന്നിട്ടില്ല എഴുതാൻ വേണ്ടി, അതുകൊണ്ട് നിങ്ങൾ ഇതിവിടെ എഴുതേണ്ട ആവശ്യമില്ല. അതിൻ്റെ പേരുകളൊക്കെ പഠിച്ച് മനസ്സിലാക്കി പറഞ്ഞാൽ മാത്രം മതി. ഇതിൻ്റെയൊക്കെ പേരുകൾ എന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയ ഉരലാണ്. ഉരലെന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കല്ലുകൊണ്ടോ മരം കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള മസാലയോ പിന്നെ ഉള്ളി അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ പൊടിക്കുന്ന ഒരു വസ്തുവാണ്. ഇതിന് ഹിന്ദിയിൽ പറയുന്ന പേരാണ് ഓഖ്ലി. എന്താണ്? ഓഖ്ലി. നെക്സ്റ്റ് വൺ, ഇത് കോളിഫ്ലവർ ആണ്. കോളിഫ്ലവറിൻ്റെ ഹിന്ദിയാണ് ഫൂൽ ഗോബി. ഇനി അടുത്തത് ഠോലക്. ഠോലക്. അടുത്തത് എന്താണ്? മസാലയാണല്ലേ, സ്പൈസസ് ആണ്. അതിന് മസാലേ. പിന്നെ ലൗക്കി, പിന്നെ മുസംബി. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരുകൾ മനസ്സിലാക്കുക. ഇതൊന്ന് ഉറക്കെ പറഞ്ഞു നോക്കുക. നീച്ചെ ദിയേ ശബ്ദോമേ ഓ, ഓൻ്റെ മാത്രയാണിത്. യാ ഔ, ഔൻ്റെ മാത്രയാണ് ഇത്. ओ या औ की मात्रा लगाकर शब्द लिखिए. സാധാരണയായിട്ട് ഇവിടെ വാക്കുകൾ കൊടുക്കാറുണ്ട്. നമുക്ക് മാത്രമേ കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇവിടെ പക്ഷേ വാക്കുകൾ കൊടുത്തിട്ടില്ല. അപ്പം നമ്മൾ അതിനനുസരിച്ച് എഴുതണം. ഫസ്റ്റ് വേർഡ് എന്താ നോക്കാം. എന്താണ് ഇത്? ഒരു ചെടിയാണല്ലേ, അല്ലെങ്കിൽ നമുക്കിവിടെ വേറെ ഒരു ചെടി തന്നിട്ടുണ്ട്. അപ്പോൾ 2 ചെടി ഉള്ളതുകൊണ്ട് നമുക്കിതിനെ ഇലകളായിട്ട് എഴുതാം. ഇത് ഇലകളാണ്. ഇലകൾക്ക് എന്താ ഹിന്ദിയിൽ പറയുക? അതേപോലെ മറ്റുള്ള കാര്യങ്ങളുടെ പേരുകളും നോക്കാം. ഇവിടെ നമുക്ക് ഇലകൾക്ക് നമുക്ക് വേണ്ട ചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? ഓ, യാ, ഔ. അപ്പോൾ വാക്കുകൾ അതിനനുസരിച്ച് വേണം നമ്മൾ എഴുതാൻ. ഇവിടെ ഇലകൾക്ക് എന്താ പറയുക? പത്തേ അല്ലേ. ഒരു ഇലയാണെങ്കിൽ പത്തേ. ഇവിടെ 2 ഇലകളുണ്ടല്ലേ, അതുകൊണ്ട് പത്തോ. അടുത്തത് പോട്ട്ലി. ഇതിന് ചില സ്ഥലങ്ങളിൽ തൈല അല്ലെങ്കിൽ സഞ്ചി അങ്ങനെയൊക്കെ പറയും. ഇപ്പം നമ്മൾ കിഴി തുണി കൊണ്ട് കിഴി കെട്ടി വെക്കുന്നതിന് പോട്ട്ലി എന്നാണ് പറയുക. പോട്ട്ലി. ഇത് മോദക്. ഇതൊരു നല്ല സ്വീറ്റ് ആയിട്ടുള്ള പലഹാരമാണല്ലേ. ഗണേശ് ചതുർത്ഥിയുടെ സമയത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക തരം പലഹാരമാണ്. അതിൻ്റെ പേരാണ് മോദക്. ഇതിന് ഈ ഒരു ടൂൾസാണിത്. ഇതിന് പറയുന്ന പേരാണ് ഹതൗഡ. ഇത് കുറേ വസ്തുക്കൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഹതൗഡോ എന്നും പറയാം. ഇതൊരു ചെടിയാണ്. ഇവിടെയും കുറേ ഇലകളാണ്. നമുക്കിതിന് ഒരു ചെറിയ മുളച്ച് വന്നിരിക്കുന്ന തൈ ആയിട്ട് പറയാം. അപ്പോൾ അതിൻ്റെ പേരാണ് പൗധ. പൗധ. ഇവിടെ എല്ലാവർക്കും അറിയാം അല്ലേ. കാ കാ എന്ന് കരയുന്ന പക്ഷി ഏതാ? കൗവ. അപ്പം മുകളിലത്തെ എല്ലാ വേർഡിനും ഓയുടെ ചിഹ്നമാണുള്ളത്. താഴെയായപ്പോൾ എല്ലാം ഔ എന്ന ചിഹ്നമാണ് വരുന്നത്. ചട്പട്ട് കഹിയേ. പെട്ടെന്ന് സ്പീഡിൽ പറയണം. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. നിങ്ങൾക്ക് സ്പീഡിൽ വായിക്കാൻ പറ്റുമോ? മാലാനെ മേലെ മേ മാല സെ മാല ഖരീദേ और मेले के मटर मक्खा और मावा मालपुए माला ने खाए. നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ചു നോക്കണം കേട്ടോ. खोजे जाने. परिवार के लोगों से बातचीत करके जाने कि अपने घर पर कौन से त्योहार सबसे अधिक मनाए जाते हैं और क्यों. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവരോട് ചോദിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ആഘോഷം ഏതാണെന്ന് കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് അത് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കണം. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്.
അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബായ്.